വാ, ഇത് കുഞ്ഞിനെ കൊണ്ടുവരുന്ന നിനക്കല്ലേ കൊണ്ടിരുന്നു. അത്ര സ്നേഹം ഉണ്ടാവല്ലേ? ഇപ്പോൾ വെണ്ട കൃഷിയുടെ വിളവെടുപ്പ് നടത്തുകയാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വെറൈറ്റി ഫാർമറായ നവജിത്ത് യുവ കർഷകനാണ് ഇപ്പോൾ വിളവെടുപ്പ് നടത്തുന്നത്. അതിരാവിലെയുള്ള വിളവെടുപ്പാണ്. അതുകൊണ്ട് തന്നെ മൂടൽ മഞ്ഞ് പോലെ കാണാം കുറച്ച് ആകാശത്ത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി വഴുതനങ്ങയുടെ ഇത് ചെയ്ത സമയത്ത് വെണ്ടയുടെ കൂടി ചെയ്യാന്നുള്ള രീതിയിൽ. ഇപ്പോൾ ചെറിയ ചെറിയ മുടികൾ വീണിട്ടുണ്ട് അത്ര. വിളവ് ഇപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് അത്യാവശ്യം മൂത്തിട്ടുള്ള വെണ്ടയ്ക്കൊക്കെ പറിക്കാനുള്ള ശ്രമത്തിലാണ്. അത്യാവശ്യം ഉണ്ടല്ലേ? വാ, സൂപ്പർ. അത് സംഭവം ആമസോണിലാ കട്ട് ചെയ്യാൻ എളുപ്പത്തിനല്ലേ? ഇത് മറ്റേ പ്രൊഡക്റ്റിന്റെ പരസ്യമാവില്ല. നമ്മ എല്ലാ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് നവജിത്തിനാണ്. പക്ഷെ ഇതിന്റെ എല്ലാ കിൽപ്പിത്തിരി, നമ്മുടെ നാട്ടിൽ കിൽപ്പിത്തിരി എന്നാ പറയാ. മാസ്റ്റർ മൈൻഡ് ഇതാ ഇദ്ദേഹമാണ് നവനീത്. നവജിത്തിന്റെ ഏട്ടനാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തതും. നവജിത്ത് പറയുന്നുണ്ട്, എവിടുന്നാണ് ഇത് പഠിച്ചത്? ഞാൻ മറ്റേ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണെന്നല്ല പറഞ്ഞത്. പക്ഷേ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ആവാൻ സാധ്യതയില്ല. ഇതാ ഇവന്റെ ഐഡിയ ആവാനാ സാധ്യത. വെണ്ടച്ചെടി നവനീതിനെക്കാട്ടിലും ഹൈറ്റ് ഉണ്ടല്ലോ അവി. നമ്മളെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട് വെണ്ടച്ചെടിക്ക്. നല്ല ഹൈറ്റ് ആവുമല്ലേ? വെണ്ട നമ്മളെ ഹൈറ്റ് ഒന്നും വെക്കൂല. ഓൾറെഡി നമ്മളെ വെള്ളം നമുക്ക് ഇതിന്റെ വരുന്നുണ്ട്. സപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ വെള്ളം കൊടുത്തല്ലാണ്ട് പെട്ടെന്ന്. ഇതാണ് നമ്മ പ്രത്യേക രീതിയിൽ ഇനെന്താ പറയാ ഈ സമയത്തിന് എന്താ പറയല്ലേ നവജിത്തെ? ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം കൊടുക്കുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ ഒരു അരമണിക്കൂറിന് മുകളിലായി ഓണാക്കി വെച്ചിട്ട് വെണ്ടക്ക്, വഴുതനക്ക്, പയറിന് എല്ലാം ഇതേ രീതിയിലാണ് വെള്ളം കൊടുക്കുന്നത്. നവജിത്തുണ്ട്, വല്യമ്മ ശ്യാമളയുണ്ട്, ഏട്ടൻ നവനീതുണ്ട്. എല്ലാവരും കൂടെ നല്ല രീതിയിൽ ഒരു ഉന്മേഷമാണ് രാവിലെ തന്നെ അല്ലേ? സ്വന്തം ഉണ്ടാക്കി കൃഷിയിൽ ഒരു വിളവെടുക്കുക എന്ന് പറയുമ്പം അതിൽ കൂടുതൽ മനസ്സിന് സന്തോഷം തരുന്ന വേറൊരു കാര്യമൊന്നുമില്ല അല്ലേ? അടുത്ത കൃഷി നമുക്ക് സെറ്റാക്കാം. കുറച്ച് ബാക്ക് സൈഡ് നല്ല രീതിയിൽ കുറച്ച് വ്യാപിപ്പിച്ച് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് എന്താ അറിയാം, കുറെ ആൾക്കാർ ചോദിക്കുമ്പോൾ അനുസരിച്ച് കൊടുക്കാനും പറ്റും, നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇപ്പൊ ആൾക്കാർ ചോദിക്കും നമുക്ക് കൊടുക്കാനും ഉണ്ടാവില്ല. നമുക്ക് എന്നാൽ അവരായിരിക്കും ഇവര് വലിയ അല്ലേ? അത് മനസ്സിലാക്കണം ആൾക്കാർക്ക്. നമുക്ക് ഇവരെന്താ ഇപ്പൊ തരാത്തത് ചിന്തിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. മൈസൂരാ? വാ, ഇത് കുഞ്ഞിനെ കൊണ്ടുവരുന്ന നിനക്കല്ലേ കൊണ്ടിരുന്നു. അത്ര സ്നേഹം ഉണ്ടാവല്ലേ? തിന്നുമ്പോ സ്നേഹം കാണിക്കണേ. മണിയാകുമ്പോ എല്ലാരും നമ്മളെ തോട്ടത്തിലെത്തി. നമ്മളിപ്പോ എന്താണ് ഈ വെണ്ട കൃഷി ഇല്ല എങ്കിൽ നമ്മൾ എന്താക്കും, ഞാൻ ചിലപ്പോ ഉറങ്ങുന്നുണ്ടാവും, നവി ചിലപ്പോ അപ്പുറം വെറുതെ ഇരിക്കും. ഞാൻ പൂർണ്ണമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. നിങ്ങൾ പൂർണ്ണമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. ശ്യാമയാണ് വെറുതെ ഇരിക്കുന്നുണ്ടാവും. എന്താന്ന് നമ്മളോട് രാവിലെ എല്ലാരും വന്നു, നല്ല പ്രഭാതത്തിൽ കുറെ കോമഡി പറഞ്ഞു. അതിലേറെ സന്തോഷം ആ കോമഡിയാണ്. കോമഡിയിലേറെ സന്തോഷം നമുക്ക് ഇത്രയും നല്ല വിളവ് കിട്ടും. നമ്മൾ ഓൾറെഡി പയർ വിളവെടുത്തു, ഇനി ഈ വെണ്ട വിളവെടുത്തു. അങ്ങനെ ഓരോ വെണ്ട പറിക്കുമ്പോൾ ഈ പാത്രം അതൊന്ന് അറിയുമ്പോൾ അത് വേറെ സന്തോഷമാണ് അല്ലേ? ഈ നാളത്തേക്ക് പറിക്കാനുണ്ട്, അതൊരു പ്രതീക്ഷയാണ്. നാളത്തേക്ക് ഒരു പ്രതീക്ഷയാണ്. ഇതുപോലെ ഒരു വിളവ് കിട്ടും, ഒരു പ്രതീക്ഷ.
ആ ഒരു എന്ന് പറയുന്നത് വളരെ സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷം, വേറെ സന്തോഷം. നമ്മൾ പല ആൾക്കാരും പല രീതിയിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറെ സന്തോഷം വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അല്ല, ഞാൻ കുറേ കർഷകരുടെ വീഡിയോ കണ്ടതിലും നേർന്നറിയാം, കൃഷി ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നമ്മ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതിനൊന്ന് വളലിട്ട് ഒന്ന് വള്ളലടിച്ച് കുറച്ച് പറിക്കുമ്പോൾ അതിനൊരു സന്തോഷമാണ് അല്ലേ, മനസ്സിനൊരു സമാധാനം. കുറച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞു ഓൾറെഡി. എന്നാലും എന്താ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനം, നമ്മ മായമില്ല, വേറെ മരുന്നുകൾ അങ്ങനത്തെ ഇതൊന്നുമില്ല, കീടനാശിനികളൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കണ്ട. ഇത് ഇങ്ങനെ തിന്നാനുള്ള ഒരു ടേസ്റ്റ്. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ വെണ്ടക്ക പറഞ്ഞാൽ, വഴുതനങ്ങ പറഞ്ഞാൽ അത് ചില ആൾക്കാർ ഒഴിവാക്കുന്ന ഫുഡാണ്. നമുക്ക് വഴുതന ഇഷ്ടമല്ല, വെണ്ടക്ക ഇഷ്ടമല്ല. പക്ഷെ ഇതൊക്കെ വെണ്ടക്ക ഇഷ്ടമല്ലെങ്കിൽ എന്താ ഇത്ര ഫ്രഷ്, ആ ഒരു പച്ചപ്പുത, ആ ഒരു ഇതില്ലേ മറ്റേ കറി വെച്ചാണ്ടാണ് ഒരു പച്ച പച്ച, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, ഫ്രഷ് ആയിട്ട്. ലാസ്റ്റ് ഒരു വഴിയുണ്ട്, അറിയില്ല, പണ്ട് മുറിക്കുമ്പോൾ ഞാൻ